ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് ദ എൽഫ്സ് ആൻഡ് ദ ഷൂമേക്കറിൻ്റെ സീൻ 5 നോക്കാം. സീൻ 5. The shoemaker's wife lays the table with food and drink. Then she and the shoemaker hide in the cupboard. The light dims out. The narrator's end. അപ്പോൾ എന്താണ് മുന്നിലത്തെ സീനിൽ കണ്ടത്? അവർ നല്ലൊരു ഫീസ്റ്റ് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നു അല്ലേ? ഷൂമേക്കറിൻ്റെ വൈഫും അവർക്ക് ഇത്രയും നല്ല ഷൂസ് ഉണ്ടാക്കി കൊടുത്ത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയും അവരെ കണ്ടെത്തി അവർക്ക് നല്ലൊരു ഫീസ്റ്റ് കൊടുക്കാനും ഇവർ ആലോചിക്കുന്നു. നോക്കാം, ഷൂമേക്കേഴ്സ് വൈഫ് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഡേ ആ രാത്രി അവരെന്ത് ചെയ്തു? ടേബിളിൽ ഒരുപാട് ഫുഡും ഡ്രിങ്കും കൊണ്ടുവച്ചു. ദെൻ ഷൂമേക്കറിൻ്റെ വൈഫ് ആ കബേർഡിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിന്നു. ലൈറ്റ് ഡിംസ് ഔട്ട്, ലൈറ്റും ഓഫ് ചെയ്തു. അപ്പോഴേക്കും നറേറ്റർ അവിടുത്തെ പശ്ചാത്തലം പറയാൻ വേണ്ടി വന്നു. ദെൻ നറേറ്റർ, they stayed awake 1 hour went by and few more. The clock struck 2, then 3, then 4. Suddenly they came the two little elves. അവർ കാത്തു നിന്നു. ഷൂമേക്കറിൻ്റെ വൈഫും അവിടെ കാത്തു നിൽക്കുന്നതായിട്ടാണ് നറേറ്റർ പറയുന്നത്. അവർ 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞ് ക്ലോക്ക് 2 മണിയടിച്ചു, 3 മണിയടിച്ചു, 4 മണിയടിച്ചു. അപ്പോൾ ഒരുപാട് സമയം കാത്തുന്നതിന് ശേഷമാണ് സഡൻലി ദേ കേം. ആരാ വന്നത്? 2 എൽസും വന്നു. ചെറിയതാണ്, 2 ലിറ്റിൽ എൽസ്. 2 elves enter. They sit on the table and start working. അവർ പതിവ് പോലെ, അവർ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നതല്ലേ, അവർ വന്ന് ടേബിളിൻ്റെ മുകളിൽ കയറിയിരുന്ന് they start working. The shoemaker and his wife peep from the cupboard. അവർ രണ്ടുപേരും peep പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കി, കബേർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒളിഞ്ഞു നോക്കി. Elves sing. This is how we make a shoe. Snip, 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 shoe. This is how we make a shoe. Snip, 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 shoe. അവർ പാട്ടും പാടിക്കൊണ്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി, ആസ് എപ്പോഴുള്ള പോലെ. The shoemaker and his wife came out of hiding. Come out of hiding place and greet the elves. അപ്പം ഇവർ പൊളിഞ്ഞു നോക്കി, ഇവരെ കണ്ടപ്പോൾ ഇവർ പുറത്തേക്ക് വന്നു, കബേർഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവരെ ഗ്രീറ്റ് ചെയ്തു. ഷൂമേക്കർ, we don't know how to thank you. The shoes you make are just the best. Shoemaker's wife, how do you work so quickly and make such beautiful shoes? അപ്പോൾ ഷൂമേക്കർ എന്താണ് ചോദിച്ചത്? ഞങ്ങൾക്ക് വി ഡോണ്ട് നോ ഹൗ ടു താങ്ക് യു, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ദ ഷൂസ് യു മേക്ക് ആർ ജസ്റ്റ് ദ ബെസ്റ്റ്. വളരെ ഭംഗിയുള്ള ഷൂ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷൂമേക്കേഴ്സ് വൈഫും പറയും, ഹൗ ഡു യു വർക്ക് സോ ക്വിക്ക്ലി ആൻഡ് മേക്ക് സച്ച് ബ്യൂട്ടിഫുൾ. എത്ര പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര നല്ല ഭംഗിയുള്ള ഷൂസ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എൽഫ് 1 പറയും, വി ജസ്റ്റ് വർക്ക്, ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് എ പ്ലഷർ. എൽഫ് 2 എന്താ പറയുക? ബട്ട് വി കൻ നോട്ട് ഡു ഇറ്റ് എനി മോർ നൗ. ദർ ആർ others like you who are in need. We are going to them from tomorrow onwards. എൽഫ് 1 എന്താ പറയുക? ഷൂമേക്കറിൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ എന്താണ് എൽഫ് പറഞ്ഞത്? നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയും. ബട്ട് വി കനോട്ട് ഡു ഇറ്റ് എനി മോർ നൗ. ഇനി നിങ്ങൾക്ക് വേണ്ടി അധികം ഞങ്ങൾ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്താണ് കാരണം? ദർ ആർ അതേഴ്സ് ലൈക്ക് യു ഹു ആർ ഇൻ നീഡ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ സഹായിക്കാറാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയും. വി ആർ ഗോയിങ് ടു ദെം ഫ്രം ടുമാറോ ഓൺവേർഡ്. നമ്മൾ നാളെ മുതൽ അവരുടെ അടുത്തേക്കാണ് പോകുക എന്ന് പറയും. എൽഫ് 1 പറയും, യെസ് ദിസ് വിൽ ബി അവർ ഫൈനൽ വിസിറ്റ് ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഷോ. ഇത് ഞങ്ങളുടെ ഫൈനൽ വിസിറ്റാണ്, അവസാനത്തെ വരവാണ്. നെക്സ്റ്റ് അവസാനത്തെ ഷൂസുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷൂമേക്കർ എന്താ പറയുക? വോണ്ട് യു കം ടുമാറോ, വോണ്ട് യു കം ഫ്രം ടുമാറോ ഓൺവേർഡ്സ്. നാളെ മുതൽ വരില്ലേ ചോദിക്കും ഷൂമേക്കേഴ്സ് വൈഫ്. ബട്ട് വൈ, എന്തുകൊണ്ടാണ് വരാത്തേ? എൽഫ് 1 പറയും, വി ഹെൽപ്ഡ് യു വെൻ യു വെയർ ഇൻ നീഡ്. നൗ യു ക്യാൻ വർക്ക് ഹാർഡ് ആൻഡ് ലിവ് ഹാപ്പിലി. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സഹായിച്ചു. നിങ്ങൾ അത്രയും വളരെ കഷ്ടതയിൽ നിന്നായിരുന്നു വന്നത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ തോന്നിയത്. ഇപ്പോഴും നിങ്ങൾ റിച്ചാണ്. നൗ യു ക്യാൻ വർക്ക് ഹാർഡ്. അത്യാവശ്യത്തിന് പണവും പ്രശസ്തിയും പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വർക്ക് ഹാർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാം, ഹാപ്പി ആയിട്ട് ജീവിക്കാം. നൗ യു ക്യാൻ വർക്ക് ഹാർഡ് ആൻഡ് ലിവ് ഹാപ്പിലി.
അപ്പോൾ ഷൂമേക്കർ എന്താ വിചാരിക്കാൻ നോക്കാലോ. ഷൂമേക്കർ മൂവ്സ് ടു സൈഡ് അറ്റ് ദ റൂം വിത്ത് ഹിസ് വൈഫ്. ഭാര്യയെ വിളിച്ച് സൈഡിലോട്ട് വിളിച്ചിട്ട് പറയും. ഷൂമേക്കറിന് ദേഷ്യം വന്നു അല്ലേ, ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോൾ പണിയെടുക്കാണ്ട് ശീലിച്ചു പോയി. വാട്ട് ഡിഡ് യു ദേ സേ? ഐ എം നോട്ട് ലെറ്റ് ദം ഗോ. ഐ വിൽ നോട്ട് ലെറ്റ് ദം ഗോ. ഞാൻ അവരെ പോവാൻ വിടില്ല. പിന്നെ എന്താണ് അവർ പറയുന്നത്, വരൂല എന്നോ? അപ്പോൾ ഷൂമേക്കേഴ്സ് വൈഫ് പറയും, ബട്ട് ദേ വിൽ ബി ലിവിങ് ടുഡേ. ഇന്ന് പോകുന്നല്ലേ പറയുന്നത്. Shoemaker pointing at the elves at work. Look, they are making beautiful shoes. I can't make such perfect shoes. I have only one way left. Shoemaker's wife. What's that? Shoemaker. I will never let them go. I will make them my slaves. Go and close all the doors and windows. അപ്പോൾ ഷോമേക്കേഴ്സ് എന്താ ചെയ്യുക? ഷോമേക്കർ പറയും, ഇനി മുതൽ ഇവർ വരാതിരുന്നാലേ നമ്മൾക്ക് ആകെ കഷ്ടത്തിലാകും. അവരെപ്പോലെ നല്ല ഭംഗിയുള്ള ഷൂസ് ഞങ്ങൾക്ക് ഉണ്ടാക്കാനും അറിയില്ല, എനിക്കുണ്ടാക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അവർ പോയാൽ ഇനി എന്താ ചെയ്യാന്ന് പറയും. അപ്പോൾ ഷൂമേക്കർ പറയും, ഇനി എന്ത് ചെയ്യാനാണ്, ഒരു വഴിയേ ഉള്ളൂ എന്ന് പറയും ഷൂമേക്കർ. അപ്പോൾ ഷൂമേക്കേഴ്സ് വൈഫ് ചോദിക്കും, എന്ത് വഴി? ഷൂമേക്കർ, ഐ വിൽ നെവർ ലെറ്റ് ദം ഗോ. ഞാൻ അവരെ പോവാൻ അനുവദിക്കില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നെ അടിമയാക്കിയിട്ട് ഇവിടെ തന്നെ നിർത്തിയിട്ട് അവരെ കൊണ്ട് നല്ല ഷൂസ് ഉണ്ടാക്കിപ്പിക്കുമെന്നാണ് പറയുന്നത്. വേഗം പോയിട്ട് ഡോർസ് ആൻഡ് ക്ലോസ്ഡ് ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസും ഡോർസൊക്കെ ക്ലോസ് ചെയ്യാൻ പറയും. Shoemaker's wife moves closer to her husband, holds his hands together. Don't you remember those days? We couldn't pay the rent. Those days of insult, even without food. Shoemaker, we will go back to those days if they stop coming. Shoemaker's wife, no dear, it will never happen. They have helped us a lot, made us rich. We shouldn't be this greedy. Greedy people can never be happy. Shoemaker thoughtful. Yes, I shouldn't be that greedy. I should be thankful. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഷോമേക്കർ പറയും, ഞാൻ ഇവരെ സ്ലേവ് ആക്കി വെക്കും, എല്ലാ ഡോസും വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യണമെന്ന് പറയും അല്ലേ. അപ്പോൾ ഷോമേക്കറിൻ്റെ വൈഫ് ഹസ്ബൻഡിനോട് അടുത്ത് പോയിട്ട് പറയും, ഡോണ്ട് യു റിമെമ്പർ ദോസ് ഡേയ്സ്? വി കുഡൻറ്റ് പേ ദ റെൻറ്റ്. ദോസ് ഡേയ്സ് ഓഫ് ഇൻസൾട്ട് ഈവൻ വിത്തൗട്ട് ഫുഡ്. നിങ്ങൾ പഴയ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ എന്ന് ഹസ്ബൻഡിനോട് പറയും ഭാര്യ. നമ്മൾക്ക് റെൻ്റ് അടക്കാൻ പൈസ ഇല്ലായിരുന്നു, ഇൻസൾട്ടഡ് ആയിരുന്നു, ഓണർ വന്നിട്ട് പല വിധത്തിലും ചീത്ത പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ വരെ പറഞ്ഞിരുന്നു, ഭക്ഷണമില്ലായിരുന്നു, പൈസ ഇല്ലായിരുന്നു, ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങളെ സഹായിച്ചത് ഇവരല്ലേ. അപ്പോൾ ഷോമേക്കർ പറയും, വി വിൽ ഗോ ബാക്ക് ടു ദോസ് ഡേയ്സ്. ഇനി ഇവർ വന്നില്ലെങ്കിൽ നമ്മൾ അതേപോലെ ആ ദിവസത്തിലേക്ക് തന്നെ പോവില്ലേന്ന് ചോദിക്കും ഷോമേക്കർ. അപ്പോൾ ഷോമേക്കേഴ്സ് വൈഫ് പറയും, നോ ഡിയർ, ഇറ്റ് വിൽ നെവർ ഹാപ്പൺ. കാരണം എന്താണ്, ഇപ്പോഴവർ റിച്ചാണ്. ആ റിച്ചായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് ഇനി അവർ വർക്ക് ഹാർഡ് ചെയ്താലും മുന്നോട്ടേക്ക് പോകാൻ പറ്റും അല്ലേ. ദേ ഹാവ് ഹെൽപ്ഡ് അസ് എ ലോട്ട്, മച്ച് മെയ്ഡ് അസ് റിച്ച്. വി ഷുഡൻ ബി ദിസ് ഗ്രീഡി. ഞങ്ങൾ ഇനി ഗ്രീഡി ആവാൻ പാടില്ല. കാരണം ഞങ്ങൾക്ക് ഇനി ആർത്തി ഉണ്ടാവാൻ പാടില്ല. ഇനിയും ആർത്തി ഉണ്ടായാൽ നമ്മൾ ഹാപ്പിയായി ജീവിക്കാൻ പറ്റില്ല. ഗ്രീഡി പീപ്പിൾ ക്യാൻ നെവർ ബി ഹാപ്പി. ഷോമേക്കേഴ്സ് വൈഫ് ഷോമേക്കറിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഷോമേക്കർ ചിന്തിച്ചു, യെസ്, ഐ ഷുഡൻ ബി ദാറ്റ് ഗ്രീഡി. ശരിയാണ്, അവർ ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ ഇത്രത്തോളം എത്തി, ഇനി അത്രയും മാത്രം ഇനി ആർത്തി പാടില്ല എന്ന് ഷോമേക്കറിന് പെട്ടെന്ന് തോന്നി. ഐ ഷുഡ് ബി താങ്ക്ഫുൾ. ശരിക്കും അവരോട് നന്ദിയാണ് പറയേണ്ടത് അല്ലേ. അവരെ പിടിച്ചു വെക്കാതെ ഇനി ഞങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് ഷോമേക്കറിനും തോന്നി. ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് ലുക്ക് അറ്റ് എൽസ് ഭക്ഷണം കൊടുത്തിരുന്നു അവിടെ അല്ലേ. എൽസ് ഫിനിഷ് ദിയർ വർക്ക് ആൻഡ് ഹാൻഡ് ഓവർ ദ ഷൂസ് ടു ദ ഷൂമേക്കർ. എൽസ് അങ്ങനെ ഷൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഷൂസ് ഹാൻഡ് ഓവർ ചെയ്തു. Elf 1. This is our last shoe. We are leaving. Shoemaker's wife. We will always be thankful to you. Shoemaker. We will work hard and live. Shoemaker's wife. You taught us how to make marvelous shoes, and you are living now. Shoemaker. This is your last visit. Let's have our dinner. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? എൽഫ് 1 പറയും, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഷോ ആണ്, വി ആർ ലീവിങ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് പറയും. ഷോമേക്കേഴ്സ് വൈഫ് എന്താ പറയുക? വി വിൽ ഓൾവേസ് ബി താങ്ക്ഫുൾ ടു യു. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും ഞങ്ങൾ നിങ്ങളോട്.
വി വിൽ വർക്ക് ഹാർഡ് ആൻഡ് ലീവ്. അപ്പോൾ ഷൂമേക്കർ പറയും ഞങ്ങളിനി അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജീവിക്കും. അപ്പോൾ ഷൂമേക്കേഴ്സ് വൈഫ് വീണ്ടും പറയും യു ടോട്ട് അസ് ഹൗ ടു മേക്ക് മാർബലസ് ഷൂ. ഞങ്ങളെ നല്ല ഭംഗിയുള്ള ഷൂസ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ പോവുകയാണോ? ഷൂമേക്കർ ദിസ് ഈസ് യുവർ ലാസ്റ്റ് വിസിറ്റ്, ലെറ്റ് ഹാവ് എ ഡിന്നർ. നിങ്ങളുടെ ലാസ്റ്റ് വിസിറ്റിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം എന്ന് വിളിക്കും. ഷൂമേക്കർ ഹാൻഡ്സ് എ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ എൽസ്. ദേ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് മെറിലി. അങ്ങനെ ഷൂമേക്കർ ഭക്ഷണം കൊടുത്തപ്പോൾ അവർ നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു. ഷൂമേക്കേഴ്സ് വൈഫ് വി വിൽ കീപ് യുവർ മെമ്മറി അലൈവ്. ദേ മൂവ് ടുവേർഡ്സ് ദ വിൻഡോ. Elf 1 thank you so much. The food and drink was good. Elf 2 your shop is famous now. Work hard and you will have good fortune forever. Exit the elves. The shoemaker and his wife waved them goodbye. ഓക്കെ, അവരങ്ങനെ ഭക്ഷണവും ഇതൊക്കെ കുടിച്ച് അവർ പുറത്തേക്ക് പോകാൻ ഒരുങ്ങും. അപ്പോൾ എൽഫ് 1 താങ്ക് യു സോ മച്ച് പറയും, നന്ദി പറയും. ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക് വാസ് ഗുഡ് എന്നൊക്കെ പറയും. യുവർ ഷോപ്പ് ഈസ് ഫേമസ് നൗ. എൽഫ് 2 പറയും നിങ്ങളുടെ ഷോപ്പ് ഇപ്പം ഫേമസ് ആയി, നിങ്ങൾ റിച്ച് ആയി, അതുകൊണ്ട് ഇനി നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയും. അങ്ങനെ എൽഫ്സ് പോയി. ഷൂമേക്കറും വൈഫും അവർക്ക് ഗുഡ് ബൈ ടാറ്റ പറഞ്ഞിട്ട് വിട്ടു, ബൈ ബൈ പറഞ്ഞിട്ട് വിടും. അതിനുശേഷം നറേറ്റർ വന്നു. നറേറ്റർ ബാക്കിയുള്ള പശ്ചാത്തലം പറയാൻ വേണ്ടി വരും. Narrator the elves skipped through the window and disappeared. They never came back. The shoemaker and his wife worked hard and they lived happily ever after. അതിനുശേഷം എന്താ സംഭവിച്ചത്? എൽഫ്സ് പോയി, സ്കിപ്ഡ്, അവർ വിൻഡോയിലൂടെ തുള്ളി അങ്ങ് പോയി. ആൻഡ് ഡിസപ്പിയർഡ്. ദേ നെവർ കെയിം ബാക്ക്. പിന്നെ അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? അവർ തിരിച്ചു വരില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അവരെവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അവരെ അടുത്ത പാവപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി പോയി കാണും അല്ലേ? The shoemaker and his wife worked hard and they lived happily. അവർ നല്ലോണം വർക്ക് ചെയ്ത് നല്ല ഷൂസൊക്കെ ഉണ്ടാക്കി അവർ അതിനുശേഷം സന്തോഷമായി ജീവിച്ചു. അതോടെ കർട്ടൻ വീണു. താങ്ക് യു.